നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഭാരവാഹികളെയൊക്കെ നേതൃപദവികളിലേക്ക് പരിഗണിക്കുവാൻ KPCC ഒരു നീക്കം നടത്തുന്നു. സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ KPCC ഭാരവാഹികളായി നിയമിക്കുവാനുള്ള ഒരു ധാരണയിലേക്ക് അവർ എത്തുകയാണ്. യുവാക്കൾക്ക് പാർട്ടി പദവികളിൽ കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ KPCC എടുത്തിരിക്കുന്നത്. ഇതുവഴി പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ കഴിയുമെന്നുള്ള നേതൃത്വത്തിന്റെ വിലയിരുത്തലിലേക്കാണ് ഇത് പോകുന്നത്. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള KS ശബരിനാഥൻ, റിജിൽ മാക്കുറ്റി, റിയാസ് മുക്കോളി, NS നുസൂർ, SM ബാലു എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കുവാനാണ് ഇപ്പോൾ KPCC ആലോചിക്കുന്നത് എന്നാണ്. ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനും KPCC ഭാരവാഹി ആയേക്കും എന്ന് പറയപ്പെടുന്നു. K ശബരിനാഥനെ തിരുവനന്തപുരത്തിന്റെ DCC അധ്യക്ഷ പദവിയിലേക്കും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ അടക്കം കൂടാതെ ജില്ലാ പ്രസിഡന്റുമാരെയും അതത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ഭാരവാഹികളായി നിയമിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് KPCC. ഷാഫി പറമ്പിൽ പ്രസിഡന്റായിരിക്കെ ഭാരവാഹികളായ യുവനേതാക്കളിൽ മുഴുവൻ പേർക്കും പരിഗണന നൽകാൻ പോകുന്നു. പാർട്ടി പദവികളിൽ 50% യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ AICC പ്ലീനറി തീരുമാനം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് യുവനേതാക്കൾക്ക് അവസരം നൽകാൻ ശ്രമിക്കുന്നത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, കൂടുതൽ അവസരം അവർക്ക് ലഭിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. പാർട്ടി തലമുറ മാറ്റത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്ന് പറയപ്പെടുന്നു. സജീവ സാന്നിധ്യമല്ലാത്ത നേതാക്കളെ KPCC ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്താനും KPCC ആലോചിക്കുന്നു. അങ്ങനെ 10ഓളം വരുന്ന DCC അധ്യക്ഷന്മാരുമായും അവരെ മാറ്റി പകരം യുവാക്കളെയും വനിതകളെയും പരിഗണിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ശബരിനാഥനാണെങ്കിലും റിജിൽ മാക്കുറ്റി ആണെങ്കിലും ഇനി വരുന്ന മറ്റു നേതാക്കൾ ആരാണെങ്കിലും, ബാലുവോ നുസൂറോ ആരാണെങ്കിലും, ഈ യുവാക്കൾക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിഗണന KPCCയിലോ DCCകളിലോ നൽകിയില്ല എങ്കിൽ ഇവരുടെ ഇത്രയും കാലത്തെ KSCയിലൂടെയുള്ള യൂത്ത് കോൺഗ്രസിലൂടെയുള്ള ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും വൃഥാവിലായി പോകും. ഇനിയെങ്കിലും യൂത്തന്മാരെ കൊണ്ടുവന്ന്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകി, അവർക്ക് അർഹമായിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ നൽകി അവരെ പ്രതിഷ്ഠിക്കേണ്ടതാണ്. ഇനിയും വന്ധ്യവയോധികരായി കടൽക്കിഴവന്മാരായിരിക്കുന്ന കോൺഗ്രസിന്റെ മുഖങ്ങളെന്ന് പറയുന്ന നേതാക്കന്മാർ മാറിക്കൊടുക്കുകയും യൂത്തന്മാരെ പരീക്ഷിക്കുകയും വേണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ ശബരിനാഥനും റിജിൽ മാക്കുറ്റിയും MS നുസൂറും ബാലുവും അടക്കമുള്ളവർക്ക് പുതിയ തലങ്ങളിലേക്ക് എത്താൻ കഴിയും. അതുപോലെ തന്നെയുള്ള യുവാക്കൾക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ പോകുന്നു. ഇതാ ശബരിനാഥന് DCC പ്രസിഡന്റ് പദവിയാണ് നൽകാൻ പോകുന്നത് ഇവിടെ തിരുവനന്തപുരത്തിന്റെ. പക്ഷെ അത് നൽകിയേ പറ്റൂ. ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇത്രയും നാളും 2 വട്ടം ഏകദേശം ഒരു 10 വർഷത്തോളം ആകുന്നു അധികാര പദവികളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കോൺഗ്രസ്. ഇനിയും ഇങ്ങനെ അധികാരമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ യൂത്തന്മാരടക്കം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുക എന്നുള്ളത് സ്വാഭാവിക പ്രക്രിയയായി മാറും. അത് ഇടതുപക്ഷമോ BJPയോ എന്നുള്ളതല്ല, പൂർണ്ണമായിട്ടും BJPയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരടക്കമുണ്ട്. അവരെ ഏതെങ്കിലും ഒരു DCCയിലോ അല്ലെങ്കിൽ KPCCയുടെയൊക്കെ ജനറൽ സെക്രട്ടറിമാരായിട്ടോ DCC പ്രസിഡന്റുമാരായിട്ടോ നിയമിച്ചുകൊണ്ട് വന്നില്ല എങ്കിൽ ചില യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷന്മാരും മുൻ ഉപാധ്യക്ഷന്മാരും അടക്കമുള്ളവർ മറ്റു പല പാർട്ടികളിലേക്കും പോകും എന്നുള്ളത് വളരെ കൃത്യമായി ഇപ്പോൾ KPCC അടക്കം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു യുവമുഖം KPCC നൽകാൻ പോകുന്നു. ഒരു യുവത്വം തുളുമ്പുന്ന ഒരു മുഖം നൽകി യുവാക്കളെ കൂടുതൽ പരീക്ഷിച്ചുകൊണ്ട് DCC അടക്കം ഇങ്ങനെ ഒരു പുതിയ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ DCC പ്രസിഡന്റുമാരെ മാറ്റി പുതിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരീക്ഷിക്കുവാനുള്ള ശ്രമവും നടത്തുകയാണ്. അതൊരു വലിയ മാറ്റം തന്നെയാകട്ടെ. കോൺഗ്രസിനുള്ളിൽ അത്തരത്തിലൊരു ശുദ്ധീകരണത്തിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ യുവാക്കളെ കൊണ്ടുവന്ന് ഊർജ്ജസ്വലത കൊണ്ടുവന്ന് KPCCക്ക് കുറച്ചുകൂടി യൂത്തന്മാരുടെ ആവേശത്തോടു കൂടി നയിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന് പറയാം. വരുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ അടക്കം അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ KPCC നടത്തുന്നത്.